പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അവളെ ഈ അവസ്ഥയിൽ ഒരിക്കലും ഒറ്റയ്ക്കാക്കരുത്. ഗിരി, നീ ചെയ്ത തെറ്റിന് അവള് നിന്നെ ശിക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ട്. ആ കുഞ്ഞെന്ത് പിഴച്ചു? അച്ഛനില്ലാതെ നമ്മുടെ കുഞ്ഞു വളരുന്നത് ശരിയാണോ? നീ അവൾ എവിടെയാണെന്ന് മാത്രം കണ്ടുപിടിച്ചാ മതി. അവളെ തിരിച്ചു കൊണ്ടുവരുന്ന കാര്യം ഞാൻ ഏറ്റു. ഹലോ ഹലോ ഗിരി, ഹലോ. ഞങ്ങളുടെ കുടുംബം തകർന്നപ്പോ നിനക്ക് സമാധാനമായി കാണുമല്ലേ? സത്യം പറയാലോ, നല്ല ആശ്വാസം തോന്നുന്നുണ്ട്. നീ കൂടുതൽ സന്തോഷിക്കൊന്നും വേണ്ട. മഞ്ജു എവിടെയാണെങ്കിലും ഞാൻ തിരിച്ച് ഈ വീട്ടിലേക്ക് കൊണ്ടുവരും. ഞാൻ വിളിച്ചാ അവൾ എന്തായാലും വരും. അവളുടെ സ്ഥാനം കയ്യേറാമെന്ന് നീ ഒരിക്കലും സ്വപ്നം കാണണ്ട. അതിന് മഞ്ജു എവിടെയാണെന്ന് പോലും നിങ്ങക്ക് അറിയില്ലല്ലോ. പിന്നെ എങ്ങനെയാ അവളെ തിരിച്ചു കൊണ്ടുവരാൻ പോകുന്നത്? നിങ്ങൾ അവളെ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാൽ തന്നെ അവള് തിരിച്ചു വരുന്ന് എനിക്ക് തോന്നുന്നില്ല. ആദ്യം എനിക്കൊരു ചെറിയ പേടി ഉണ്ടായിരുന്നു. എങ്ങാനും മഞ്ജു സത്യമെല്ലാം അറിഞ്ഞു കഴിഞ്ഞാ ഗിരിയേട്ടനോട് ക്ഷമിച്ച് കൂടെ കഴിയാൻ തീരുമാനിക്കുമെന്ന്. ജോലിയും കൂടി രാജിവെച്ച സ്ഥിതിക്ക് കുഞ്ഞിനെ ഓർത്ത് അങ്ങനൊരു തീരുമാനം എടുത്താ മഞ്ജുനെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അവള് നല്ല അഭിമാനിയാണെന്ന് തെളിയിച്ചു. നിങ്ങളിൽ നിന്നും പറ്റാവുന്ന ദൂരേക്ക് അവള് പോയി. മഞ്ജു പോയ സ്ഥിതിക്ക് ഇനി ഗിരിയേട്ടനെ സ്വന്താക്കുന്നതിൽ നിന്നും എന്നെ തടയാൻ ആരുമില്ല. അങ്ങനെയുള്ള സ്വപ്നങ്ങളൊന്നും നീ കാണണ്ട മോളെ. മഞ്ജു പോയി എന്ന് കരുതി നിന്നെ ഇവിടെ താമസിപ്പിക്കുമെന്ന് നീ കരുതണ്ട. അവൾ ഈ വീട്ടിലേക്ക് വന്നാലും ഇല്ലെങ്കിലും ഇനി ഈ വീട്ടിൽ നിന്നും നീ എന്തായാലും ഇറങ്ങും. അടുത്തയാഴ്ച കാനഡയിലേക്കുള്ള ഫ്ലൈറ്റിൽ ഗിരി നിന്നെ കയറ്റിവിടും. അങ്ങനെ നടക്കില്ലമ്മേ. നടത്തിച്ച് കാണിച്ചു തന്നാലോ? ഗിരിയേട്ടൻ ഒരിക്കലും എന്നെ കാനഡയിലേക്ക് പറഞ്ഞു വിടില്ല.